കൊയിലാണ്ടി കുറുവങ്ങാട് വാഹനാപകടത്തിൽ 3 MBBS വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. ഇലക്ട്രിക് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് ഓടയിലേക്ക് മറിയുകയായിരുന്നു. മലബാർ മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥികളാണ് മരിച്ചത്. ഷംന അശോക് വിവരങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട്. ഷംന, ഇങ്ങനെയൊരു വാർത്തയുമായി ഒരു പ്രഭാതം തുടങ്ങേണ്ടി വരുന്നതിൽ തന്നെ ദുഃഖമുണ്ട്. എന്താണ് സംഭവം? PG ശരിയാണ്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുൻപിലെ മോർച്ചറിക്ക് സമീപമാണ്. ഈ മോർച്ചറിയിലേക്കാണ് മരിച്ച 3 വിദ്യാർത്ഥികളുടെയും മൃതദേഹം മാറ്റിയിട്ടുള്ളത്. PG പറഞ്ഞതുപോലെ ഇന്ന് പുലർച്ചെയായിരുന്നു ഈ അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. 3 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അഭിനവ്, നന്ദകിഷോർ, അഭിയാൻ 3 പേരും മലബാർ മെഡിക്കൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. 3 പേരുടെയും ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇനി ഈ അപകടം നടന്നത് പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഇലക്ട്രിക് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്നു 3 പേരും. ഇലക്ട്രിക് സ്കൂട്ടർ നിയന്ത്രണം തെറ്റി പോസ്റ്റിലിടിച്ച് തൊട്ട് സമീപമുള്ള ഓവുചാലിലേക്ക് മറിയുകയായിരുന്നു. ഈ സമീപത്ത് വഴി പോയിട്ടുള്ള യാത്രക്കാർ തന്നെയാണ് ഈ അപകട വിവരം അറിഞ്ഞത്. അതിനുശേഷം പോലീസിനെയും നാട്ടുകാരെയും വിവരം അറിയിച്ച് തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് ആദ്യം മാറ്റുകയായിരുന്നു. അതിന് പിന്നാലെ തന്നെ ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നുള്ള കാര്യത്തിൽ ഏകദേശ സ്ഥിരീകരണം അവിടെയുള്ള അത് കണ്ട ആളുകൾ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക്, അതായത് നടപടികളിലേക്ക്, ആശുപത്രിയിലേക്ക് എത്തും മുൻപ് തന്നെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. അതിനുശേഷമാണ് 3 പേരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 3 മൃതദേഹങ്ങളും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. നടപടികൾക്ക് ശേഷം മൃതദേഹം വിട്ടു നൽകുമെന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. കായംകുളം സ്വദേശിയാണ് ഒരാൾ എന്ന് മനസ്സിലാക്കുന്നു. മറ്റൊരാൾ കോട്ടയം സ്വദേശിയാണ്. ഒരാൾ കോഴിക്കോട് തന്നെയുള്ള ആളാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കുട്ടികളുടെ പൂർണ്ണ വിവരം കൂടി അല്പസമയത്തിനകം നൽകാമെന്നുള്ളതാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ മോർച്ചറിക്ക് സമീപം വളരെ ദുഃഖകരമായ കാഴ്ചയാണ് PG കാണാൻ കഴിയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ ഇവരുടെ സഹപാഠികളാണ് നിൽക്കുന്നത്. അവർ ആ വേർപാടിന്റെ ദുഃഖത്തിലാണുള്ളത്. അവർ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നുമില്ല. ഏതായാലും പോലീസ് നൽകിയ വിവരങ്ങൾ ഇത്രയാണ്. ഇന്നലെ പുലർച്ചയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. തൽക്ഷണം തന്നെ 3 വിദ്യാർത്ഥികളും മരിച്ചിട്ടുണ്ട്. PG ഷംന അശോക് നൽകിയ വിവരം വളരെ വളരെ വേദനയുണ്ടാക്കുന്നതാണ്. എന്തായാലും 3 വിദ്യാർത്ഥികളുടെ മരണവാർത്തയാണ് നമ്മൾ ഇന്നലത്തെ പ്രഭാതത്തിൽ തുടങ്ങേണ്ടി വരുന്നത്.